സിംഹക്കൂടിന് അടുത്തേക്ക് മദ്യപിച്ച് എടുത്തുചാടിയ യുവാവിന്റെ കഥ നർമ്മത്തിൽ പൊതിഞ്ഞു പറയുന്ന ഗർ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് കുഞ്ചാക്കോ ബോബൻ. അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന കുഞ്ചാക്കോ ബോബൻ ഇന്ന് മോളിവുഡിലെ അറിയപ്പെടുന്ന നടനാണ്. കുഞ്ചാക്കോ ബോബന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗറിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഗർ ഒരു സർവൈവൽ ത്രില്ലർ കോമഡി ജേണറിലുള്ള ചിത്രമാണ്. എന്നാൽ അതിനോടൊപ്പം കഥാപാത്രങ്ങളുടെ വ്യക്തിജീവിതത്തിലെ ചില സംഭവങ്ങളും സമാന്തരമായി പറഞ്ഞു പോകുന്നുണ്ട്. വളരെ കൗതുകം ഉള്ള ഒരു പേരാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. കുട്ടികളുടെയൊക്കെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റാൻ ഈ പേരിന് കഴിയുമെന്ന് തോന്നി. അതിനാലാണ് ചിത്രത്തിന് ഗർ എന്ന ശബ്ദം പേരായി സ്വീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ കൗതുകം പേരിലേക്കും കൊണ്ടുവന്നാൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും. സിനിമയുടെ പേര് ആര് കേട്ടാലും രണ്ടാമതൊന്നുകൂടി ചോദിക്കും. ഇത്തരം ചിന്താഗതിയിലൂടെയാണ് ഈ ചിത്രത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള മോജോ എന്ന സിംഹമാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഒട്ടേറെ ഹോളിവുഡ്, ബോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് മോജോ. മോജോയ്ക്കൊപ്പമുള്ള രംഗങ്ങൾ ദക്ഷിണാഫ്രിക്കയിലാണ് ചിത്രീകരിച്ചത്. അഭിനേതാക്കളും സംവിധായകനും ഉൾപ്പെടെയുള്ളവർ കൂട്ടിലും മോജോ പുറത്തുനിന്നാണ് പല രംഗങ്ങളും ഷൂട്ട് ചെയ്തത്. സിംഹത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾക്ക് പുറമെ VFXും മറ്റ് സാങ്കേതിക ദൃശ്യവും ഉപയോഗിച്ചാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ദർശൻ എന്നാണ് സിനിമയിൽ ഈ സിംഹത്തിന്റെ പേര്. സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഇടക്കാലത്ത് സുരാജ് അല്പം സീരിയസ് വേഷങ്ങളിലേക്ക് മാറിയിരുന്നെങ്കിലും അവിടെ നിന്നും വീണ്ടും കോമഡി ട്രാക്കിലേക്കുള്ള തിരിച്ചുവരവാണ് ഈ ചിത്രം. എസ്ര പോലൊരു ഹൊറർ ചിത്രം വിജയിപ്പിച്ച ആളാണ് ജയ്. അതുകൊണ്ട് തന്നെ അതിനു നേർ വിപരീതമായ ഒരു കോമഡി ചിത്രത്തിന്റെ തിരക്കഥയുമായി ജയ് സമീപിച്ചപ്പോൾ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തിരക്കഥ കേട്ടപ്പോൾ അത് മാറി. ടെക്നിക്കലി വളരെയധികം പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ് ജയ്. അത് ഈ ചിത്രത്തിലും കാണാമെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ചിത്രത്തിന്റെ ചിത്രീകരണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. ടെക്നിക്കൽ വർക്കുകൾക്കായാണ് കഴിഞ്ഞ 1 വർഷത്തോളം ചെലവഴിച്ചത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സംവിധായകനോ നിർമ്മാതാക്കളോ തയ്യാറായിരുന്നില്ല. അവധിക്കാലത്ത് ചിത്രം തിയേറ്ററിലെത്തിക്കാനായിരുന്നു ആദ്യം ആലോചിച്ചത്. എന്നാൽ വർക്കുകൾ തീരാൻ സമയമെടുത്തതോടെ ചിത്രത്തിന്റെ റിലീസ് നീണ്ടുപോവുകയായിരുന്നു. രണ്ടാം വരവിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നും അതിനുവേണ്ടി പല കഥാപാത്രങ്ങളും ബോധപൂർവം തിരഞ്ഞെടുത്തതാണെന്നും അതിൽ പലതും വിജയിച്ചതോടെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കഥകളും കഥാപാത്രങ്ങളുമായി സംവിധായകർ എന്നെ തേടി വന്നുവെന്നും കുഞ്ചാക്കോ ബോബൻ പറയുന്നു. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കൂടാതെ ശ്രുതി രാമചന്ദ്രൻ, രാജേഷ് മാധവൻ, അനഹ, ശോഭി തിലകൻ എന്നിവരും അഭിനയിക്കുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജയേഷ് നായരാണ്. എഡിറ്റിംഗ് വിവേക് ഹർഷനും. ചിത്രം ജൂൺ 14 തിയേറ്ററുകളിലെത്തും. അമൽ നീരൽ ചിത്രമാണ് അടുത്തതായി കുഞ്ചാക്കോ ബോബന്റേതായി റിലീസിന് ഒരുങ്ങുന്നത്. മാർട്ടിൻ പ്രകാട്ടിന്റെ സഹസംവിധായകനായിരുന്ന ജിത്തു അഷറഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് കുഞ്ചാക്കോ ബോബൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളുമായി ഒരു ചിത്രവും ആലോചനയിലുണ്ട്. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.